من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയോടെ ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസങ്ങളും ആശയങ്ങൾ, ആദർശങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠകൾ, ചേഷ്ടകളൊക്കെ അറിഞ്ഞോ അറിയാതെയോ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയൊക്കെ ചെയ്യേണ്ടി വരികയും അത് നിർബന്ധിതമാവുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയെ സംബന്ധിച്ചു കൂട്ടത്തിൽ വന്ദേ മാതരം ആദരിക്കുന്നതിൻ്റെ അതിൽ ഇസ്ലാമിക ആശയങ്ങളോട് പൊരുത്തപ്പെടാത്ത ആശയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. നിലവിളക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വളരെ വിശദമായി പരാമർശിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയും നമുക്കറിയാം, ഈ മാസത്തിന്റെ അവസാനത്തിൽ രണ്ട് സുപ്രധാനമായ ആഘോഷ പരിപാടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയും നമ്മുടെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലുമൊക്കെ ഒരാഘോഷത്തിന്റെ വലിയ ആരവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ ഒരു രാജ്യത്ത്, വിശേഷ ഒരു മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ മതേതര സമൂഹത്തോട് താദാത്മ്യം പാലിക്കാൻ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലക്ക് സ്വാഭാവികമായും ഉണ്ടാകേണ്ട ചില സമവായങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ വിശ്വാസത്തെ ബലികഴിക്കാതെ, അത് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുള്ളത്.
വന്ദേമാതരത്തിനെതിരെയൊക്കെ അതിശക്തമായി പ്രതികരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകൾ പക്ഷേ മൗലിക ആഘോഷവും നബിദിനാഘോഷത്തെയും സംബന്ധിച്ച് വളരെ അർത്ഥഗർഭമായി മൗനം പാലിക്കുന്നത് കാണാൻ കഴിയും. അഥവാ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിലാണ് മൗലിദ് നബിദിനാഘോഷം ഒരാഘോഷമായിട്ട് കൊണ്ടാടുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ഇസ്ലാമികമായി 2 ആഘോഷങ്ങളാണ് നിർണയിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ആഘോഷങ്ങളുടെ മുമ്പും ആഘോഷങ്ങളുടെ വേളയിലും അതിനുശേഷവുമൊക്കെ ഒരു മുസ്ലിം ആചരിക്കേണ്ട, പിന്തുടരേണ്ട ഇസ്ലാമികമായ മര്യാദകൾ, സംസ്കാരങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അവിടുന്ന് പഠിപ്പിച്ച ആചാര അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായി പ്രമാണങ്ങളിൽ വ്യക്തമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ മൗലിദ് ആഘോഷങ്ങൾ, നബിദിന ആഘോഷത്തെ അനുകൂലിക്കുന്ന, അത് ഏറ്റെടുക്കുന്ന ആളുകൾ അവർ കേന്ദ്രമായി തെരഞ്ഞെടുക്കുന്ന പള്ളികൾ 2 പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വേണ്ടി അത് അലങ്കാര വിളക്കുകളോ മറ്റു അലങ്കാരങ്ങളോ ഒന്നും അതിൽ ഉണ്ടാകാറില്ല. കാരണം ആ ആഘോഷങ്ങളുടെ ഇസ്ലാമിക പ്രമാണം വ്യക്തമാണ് എന്നുള്ളതും, ആ ആഘോഷങ്ങൾക്ക് അത്തരത്തിലുള്ള മേമ്പൊടിയും അത്തരത്തിലുള്ള നിറങ്ങളോ ചാർത്തി കൊടുക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നുള്ള കൃത്യമായ ബോധ്യവും. എന്നാൽ മൗലിദ് ആഘോഷം അതിന് ഇസ്ലാമിക പ്രമാണങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തത് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ അവിടുത്തെ സ്വഹാബാക്കളുടെയോ ഏറ്റവും ഉത്തമരായ ജനത എന്ന് അവിടുന്ന് വിശേഷിപ്പിച്ച അവിടുത്തെ കാലഘട്ടത്തിൽ ശേഷമുള്ള 3 നൂറ്റാണ്ടുകളിലുള്ള ജീവിച്ചിരുന്ന സലഫുസ്സാലിഹികൾ, സച്ചരിതരായ പൂർവികരുടെ ഒന്നും ചരിത്രങ്ങളിൽ, അവരുടെ വിശ്വാസങ്ങളിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ ഒന്നും നമ്മൾ പരതി കഴിഞ്ഞാൽ ഇതിന് തെളിവ് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ നാട്ടിലും നബിദിനവും അതുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളുമൊക്കെ അതൊക്കെ വ്യത്യസ്തമായ രൂപങ്ങളിലാണ് നടത്തപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. വന്ദേമാതരത്തിലെയും നിലവിളക്കിലെയും ഒളിഞ്ഞിരിക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങൾ, ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ പോലെ തന്നെ നബിദിന ആഘോഷങ്ങളിലും ഇത്തരത്തിൽ ശിർക്ക്, അന്ധവിശ്വാസങ്ങൾ, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളുമായി അത് പല രംഗങ്ങളിലും ഏറ്റുമുട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചില രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി വന്ദേമാതരത്തെയും നിലവിളക്കിനെയും ഒക്കെ എതിർക്കുന്ന ആളുകൾ പക്ഷേ മൗലിദ് ആഘോഷത്തിന്റെ വിഷയം വരുമ്പോൾ അത് അവനവന്റെ ദീനിന്റെ പേരിലുള്ളതായതുകൊണ്ട് അതിനെ എല്ലാ നിലക്കും ന്യായീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, മതപരമായ ലക്ഷ്യമുണ്ട്, സാമ്പത്തികമായ ലക്ഷ്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇതര മതവിഭാഗങ്ങളൊക്കെ ആഘോഷിക്കുന്ന 2 പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ്. ഒന്ന് ക്രിസ്മസ് ആഘോഷം. അത് മഹാനായ ഒരു പരിഷ്കർത്താവ് യേശു ക്രിസ്തു, ഇസ്ലാമിക ഭാഷയിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹം ആ ജന്മദിനത്തെ അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങളിൽ ആഘോഷിച്ചു വരുന്നതാണ്. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മുടെ കേരളത്തിൽ വലിയ തോതിൽ കൊണ്ടാടപ്പെടുന്ന ഒരു ആഘോഷമാണ് ശ്രീകൃഷ്ണ ജയന്തി. അതും ഹിന്ദു പുരാണങ്ങൾ പ്രകാരം ഒരു മഹാനായ വ്യക്തിയായിരുന്ന കൃഷ്ണന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടികളാണ്. ഇങ്ങനെ ഈ 2 ആഘോഷങ്ങളോട് കിടപിടിക്കുന്ന തരത്തിൽ അതിനോട് താളാത്മ്യം പെടുകയോ അതിനോട് സാമ്യം പുലർത്തുകയോ ചെയ്യുന്ന തരത്തിൽ ഇസ്ലാമികമായ വിശ്വാസങ്ങളിൽ നിന്ന് ആചാരാനുഷ്ഠാനങ്ങളെ അടർത്തി മാറ്റിക്കൊണ്ട് ഒരു സമ്മിശ്രമായിട്ടുള്ള
ആഘോഷങ്ങൾ. ഈ 3 ആഘോഷങ്ങളും നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ വലിയ പൊരുത്തം കാണാൻ കഴിയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച 2 ഈദുകൾ, പെരുന്നാൾ ആഘോഷങ്ങളും ക്രൈസ്തവരുടെ ക്രിസ്മസ് ആഘോഷവും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയോ ഓണാഘോഷമോ അതിന്റെ ചടങ്ങുകളോ ആചാരങ്ങളോ ആയിട്ട് ഒരു ബന്ധവും പെരുന്നാൾ ആഘോഷത്തിന് ഇല്ല എന്ന് കാണാൻ കഴിയും. പെരുന്നാൾ ആഘോഷത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഓരോ വിശ്വാസിയും പാലിക്കേണ്ട സുന്നത്തായ കാര്യങ്ങളുണ്ട്. ആഘോഷ ദിവസം എങ്ങനെയായിരിക്കണം ആരാധനാ കർമ്മങ്ങൾ എന്നുള്ളത്, ആഘോഷത്തിന് തുടർന്നുള്ള ദിനരാത്രങ്ങൾ എങ്ങനെയായിരിക്കണം ചെലവഴിക്കേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായി ഹദീസുകളിൽ വ്യക്തമാണ്. എന്നാൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആഘോഷങ്ങളാണ്. എന്നാൽ നബിദിന ആഘോഷം ഇസ്ലാമുമായി ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ആ ആഘോഷങ്ങളിലും ഈ 3 ആഘോഷങ്ങളിലും നമുക്ക് റാലി കാണാൻ കഴിയും. ഈ 3 ആഘോഷങ്ങളിലും മധുര വിതരണം കാണാൻ കഴിയും. ഈ 3 ആഘോഷങ്ങളിലും പരസ്പരം പൊരുത്തപ്പെടുന്ന പല രംഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, മാതൃക കാണിക്കാത്ത ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ആർക്കും എന്തും ഏത് തരത്തിലും അതിനെ നിറപ്പകിട്ടാർന്ന ഒരു ആഘോഷമാക്കി മാറ്റുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിധികളോ പരിമിതികളോ വിലക്കുകളോ ഇല്ല എന്ന് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിലാണ് ഇത് ആചരിക്കപ്പെടുന്നത് എങ്കിലും യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർവികരായ സച്ചരിതരായ ആളുകൾ എങ്ങനെ സ്നേഹിച്ചിരുന്നു, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അഥവാ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. പ്രവാചകരെ, ആളുകളോട് ചോദിക്കുക, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅഖ്വാനുകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ വ്യാപാരം, ഈ കാര്യങ്ങളോടാണ് നിങ്ങൾക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാന ബോധത്തോടു കൂടി നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, നഷ്ടമുണ്ടായേക്കുമെന്ന് ഭയക്കുന്ന കച്ചവടങ്ങൾ, ഒഴിഞ്ഞു പോയേക്കാമെന്ന് ഭയപ്പെടുന്ന, ആശങ്കപ്പെടുന്ന ജീവിതത്തിലെ വിലപ്പെട്ട ഇത്തരം കാര്യങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിനോടൊക്കെയാണോ നിങ്ങളുടെ ആത്യന്തികമായ ആഭിമുഖ്യമുള്ളത്? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് പ്രിയം ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെയാണ് എങ്കിൽ അതിനെ വിശുദ്ധ ഖുർആൻ വലിയ തോതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഏതെങ്കിലും തരത്തിൽ ഒരു വിശ്വാസിയെ, ഒരു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ താക്കീത് നൽകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ജിഹാദി ഫീ സബീൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നതും, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുക. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. പക്ഷെ നിങ്ങൾ കാത്തിരിക്കേണ്ടത്, നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ളത്, അതിനെ തുടർന്നുള്ള ഭവിഷ്യത്ത് എന്താണെന്നാൽ അല്ലാഹു തആലയിൽ നിന്ന് ഒരു അത്യന്തികമായ ഒരു കട്ടറായിട്ടുള്ള ഒരു തീരുമാനം അല്ലാഹുവിൽ ഉണ്ടാകും. അതുണ്ടാകുന്നത് വരെ നിങ്ങൾ കാത്തുകൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല ആ ആയത്തിനെ അവസാനിപ്പിക്കുന്നത് ഫാസിഖുകളെ അല്ലാഹു തആല ഒരിക്കലും നേർവഴിക്ക് നയിക്കുകയില്ല എന്നാണ്. അഥവാ ദമ്മാടിത്തരം കാണിക്കുന്നത്. അല്ലാഹു തആല ജീവിക്കാൻ അവസരം നൽകി, അല്ലാഹു തആല അവന് ആരോഗ്യവും ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത്, അവന് നല്ലൊരു ഹിദായത്തും നൽകി, എന്നിട്ട് അവൻ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് ഈ ദുനിയാവിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എങ്കിൽ അത് ശുദ്ധ തമ്മാടിത്തരമാണ്, അത് ഫാസിഖിന്റെ സ്വഭാവമാണ്. അങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരിക്കലും അല്ലാഹു തആല അവരെ നേർവഴിക്കാക്കുകയില്ല എന്നാണ്.
അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, കൈഫ കാന ഹുബ്ബുകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ മറുപടി, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാത്തിനാ വ മിനൽ മാഇൽ ബാരിദി അലൽ ദം. ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ മക്കളെക്കാൾ, എന്തിന് ദാഹിച്ച വലഞ്ഞ ഒരു മനുഷ്യന് ഏറ്റവും ആദ്യം അയാൾക്ക് ഒരിറ്റു വെള്ളം ആവശ്യമായിട്ട് വരുന്നൊരു സന്ദർഭം, ഒരു ദാഹിച്ച മനുഷ്യൻ കുടിവെള്ളത്തിന് ആഗ്രഹിക്കുന്നതിനേക്കാളേറെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ സ്നേഹം, ഇഷ്ടം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ദാഹിച്ചൊരു മനുഷ്യൻ കുടിവെള്ളത്തെ എത്രത്തോളം അയാൾക്ക് വേണ്ടപ്പെട്ടതായി തോന്നുമോ അത്രമാത്രം അതിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതിന്റെ ഒരുപാട് അടയാളങ്ങളും ചരിത്രങ്ങളും ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാം അല്ലാഹുവിന്റെ പേരിലും എല്ലാം അല്ലാഹുവിന്റെ ദീനിന്റെ പേരിലുമാണ് കൊണ്ടാടപ്പെടുകയും നടത്തപ്പെടുകയും പിന്തുണക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യുക, പിന്തുടരുക, എങ്കിൽ അല്ലാഹു തആല നിങ്ങളെയും സ്നേഹിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അല്ലാഹു തആല യഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഒക്കെ അല്ലാഹു പുറത്തു തരും. വല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു തആല എല്ലാം പൊറുക്കുന്നവനാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ആ പ്രവാചകരിലാണ് നിങ്ങൾക്ക് സർവ്വ തലങ്ങളിലുമുള്ള മാതൃകയുള്ളത്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പരലോകത്തെയും വിജയം പ്രതീക്ഷിക്കുകയും വദക്കറല്ലാഹു കസീറ, അല്ലാഹുവിനെ സ്മരിക്കുകയും അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തന്റെ ജന്മദിനത്തെ കുറിച്ച് ആകെ കൂടി പറഞ്ഞു വെച്ചിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ്. തിങ്കളാഴ്ച നോമ്പെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അത് ഫീഹി ഉലിത്തു വഫീഹി ഉൻസില അലയ്യ, അന്നാണ് ഞാൻ ജനിച്ചത്, അന്നാണ് എനിക്ക് എന്റെ മേൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തിരുവായിൽ നിന്ന് വന്നിട്ടുള്ള ഏക മൊഴി എന്ന് പറയുന്നത് അതാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഒരു ദിവസം തിങ്കളാഴ്ച ആയതുകൊണ്ട് അതിനോട് കാരണം കൊണ്ടല്ല, നിങ്ങൾ നോമ്പെടുക്കണം, തിങ്കളാഴ്ചത്തെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ഈ രണ്ട് കാരണങ്ങൾ പറഞ്ഞു എന്നതാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു, അവിടുത്തേക്ക് വഹി നൽകപ്പെട്ടു തുടങ്ങിയത്. അതിൽ കവിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ അവിടുന്ന് 23 കൊല്ലം പിന്നീട് തുടരെ ജീവിച്ചിരുന്നപ്പോൾ ആ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഈ ഒരു ദിനത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു മധുരം ഒരാൾ, ഏതെങ്കിലും ഒരു സ്വഹാബി, ഏറ്റവും വേണ്ടപ്പെട്ട തന്റെ സ്വഹാബികളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു മധുരം മുറിച്ചത് പങ്കുവച്ചത്, തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു മധുരത്തിന്റെ പൊട്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരിൽ വിതരണം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാതൃകയാക്കാമായിരുന്നു എന്നിരിക്കെ അങ്ങനെയുള്ള ഒരു മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. അവിടുത്തെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് 30-ലേറെ വർഷങ്ങൾ ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടം ഉണ്ടായി. ആ കാലഘട്ടത്തിലും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഏകദേശം 45 വർഷത്തോളം ജീവിച്ചിരുന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. അവിടുത്തെ സഹാബാക്കൾ ഏകദേശം 90-ലേറെ വർഷങ്ങൾ സഹാബാക്കളുടെ ആയുസ് ദീർഘിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷം മഹാന്മാരായ ഇമാമുകൾ, 4 മദ്ഹബിന്റെ ഇമാമുകൾ കടന്നു വന്നിട്ടുണ്ട്. ഈ നൂറ്റാണ്ടുകളിൽ ഒന്നുമില്ലാതെ പിന്നീട് ഹിജ്റ 60-600-കൾക്ക് ശേഷമാണ് ഇത് മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്നത് എന്ന് കാണാൻ കഴിയും. മാത്രവുമല്ല, ഇതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. എല്ലാ ആഘോഷങ്ങളുടെയും പിന്നിൽ കൃത്യമായ രാഷ്ട്രീയം നമുക്ക് അന്വേഷിച്ചാൽ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ഉള്ള ആഘോഷങ്ങൾ,
നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച വന്ദേ മാതരത്തിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള, അതുപോലെ സർക്കാരുകളുടെ പൊതുവേദികളിലൊക്കെയും തന്നെ നിലവിളക്ക് പോലെയുള്ള ഒരു പ്രത്യേക മതവിശ്വാസത്തിന്റെ ആചാരങ്ങളെ കടമെടുക്കുകയും പൂജകളും മറ്റുമൊക്കെ സവിശേഷമായ കാര്യങ്ങളുടെ ഉദ്ഘാടന വേദിയിലൊക്കെ നടത്തുന്നതിന് കൃത്യമായ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്. ഇതുപോലെ മൗലിദാഘോഷം കൊണ്ടുവരപ്പെട്ടതിനും കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. മുദഫർ എന്ന് പറയുന്ന ഹർബിൽ ഭരിച്ചിരുന്ന മുദഫർ എന്ന് പറയുന്ന ആ പ്രവിശ്യയിലെ ഭരണാധികാരി തന്റെ രാജ്യത്തേക്ക് തീർത്ഥാടകരെയും വിദേശികളെയും ഒക്കെ ആകർഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12-നെ അദ്ദേഹം ഒരു ആഘോഷ ദിനമാക്കി കൊണ്ടാടപ്പെടാൻ വേണ്ടി രാഷ്ട്രീയമായി തീരുമാനിച്ച് അതൊരു വലിയ ദേശീയ ആഘോഷമാക്കി മാറ്റാനുണ്ടായത്. അതങ്ങനെ മുസ്ലിമീങ്ങൾ പിന്നീട് ഒറ്റപ്പെട്ട നിലയിൽ അത് ആഘോഷിച്ചു വന്നു എന്നതിൽ കവിഞ്ഞ് ഇതിന് ഏതെങ്കിലും തരത്തിൽ പ്രാമാണികമായ ഒരു തെളിവ് നമുക്ക് കാണാൻ കഴിയും. അപ്രകാരം തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോ സ്കൂളുകളിൽ ഇതിലൊക്കെ ദേശീയ ആഘോഷമായി കൊണ്ടാടപ്പെടുന്ന ആഘോഷങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. വന്ദേ മാതരം ഒരു പക്ഷേ ഒരു ആഘോഷമാക്കിക്കൊണ്ട് അതൊരു ദിവസം മുഴുവൻ അത് പാടി ആഘോഷിച്ചുകൊണ്ട് പ്രത്യേക ആചാര അനുഷ്ഠാനങ്ങളും അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള വസ്ത്രധാരണവും ആഘോഷമൊക്കെ ആയിട്ടാണ് രാജ്യമോ ഭരണകൂടമോ അതിന് അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ഇത്ര എതിർപ്പ് ഉണ്ടാകുമായിരുന്നില്ല. കാരണം കൃത്യമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ആഘോഷങ്ങളുടെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതിനെ എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ പക്ഷേ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളുടെ വിപണി മൂല്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായി അർത്ഥഗർഭമായി മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. വസ്ത്ര വ്യാപാര രംഗത്ത്, പൂക്കളുടെ വ്യാപാര രംഗത്ത്, അതുപോലെ മദ്യവ്യാപാരത്തിൽ, ലോട്ടറി വ്യാപാരത്തിൽ, നാട്ടിലുള്ള സകല കച്ചവടങ്ങളും ഓണത്തിന്റെ പേരിൽ വലിയ ഓഫറുകളും വിപണിയിലെ അത്രമാത്രം അതിനെ സാധാരണക്കാരായ ആളുകളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഒരു പർച്ചേസ് ഭ്രമം ആളുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ അതിന്റെ സാമ്പത്തിക രാഷ്ട്രീയമാണ്. അതോടൊപ്പം തന്നെ അതിന്റെ പിന്നിലുള്ള വർഗീയ രാഷ്ട്രീയവും നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും തരത്തിൽ ആഘോഷങ്ങൾ, ഒരു മതവിഭാഗം അതിന്റെ ആഘോഷങ്ങൾ അതിന്റെ ഏറ്റവും ഉന്നതമായ അതിന്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് ആഘോഷിക്കുന്നതിന് ഇസ്ലാം ഒരു നിലക്കും എതിരല്ല. അതിനെ അസഹിഷ്ണുതയോടെയോ അക്ഷമയോടെയോ പൊറുതികേടോടുകൂടിയോ കാണുകയോ അതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യാൻ ഒരു മുസ്ലിമിന് പാടുള്ളതുമല്ല. പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, ഒരു ആഘോഷം നടന്നു കഴിഞ്ഞാൽ ആ ആഘോഷത്തിന്റെ റാലികളൊക്കെ കടന്നു പോകുന്ന വഴിധാരകളിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയൊക്കെ പള്ളികളും ആരാധനാലയങ്ങളും ഒക്കെ ആക്രമിക്കപ്പെടുകയും അത്തരത്തിലുള്ള വിശ്വാസികൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നത് ആഘോഷങ്ങൾ കൃത്യമായ സാമൂഹികമായ ചേരിതിരിവിനും വർഗീയവൽക്കരണത്തിനും ഒക്കെ വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത്. ആഘോഷങ്ങൾ അവനവന്റെ സന്തോഷത്തിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങേണ്ട ആഘോഷങ്ങൾ, സാമൂഹികമായ പങ്കുവെക്കലുകളിൽ ഒതുങ്ങേണ്ട ആഘോഷങ്ങൾ ഇന്ന് തെരുവുകളിലേക്ക്, നിരത്തുകളിലേക്ക് ഇറങ്ങാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 ആഘോഷങ്ങളും റാലികളായിട്ട് കൊണ്ടാടപ്പെടുകയാണ്. അങ്ങനെ ആ റാലികളിലൊക്കെ ഓരോരുത്തരുടെയും രാഷ്ട്രീയം, അത് കൊണ്ടാടുന്ന, അത് സംഘടിപ്പിക്കുന്ന സംഘടനയുടെ ആൾക്കൂട്ടത്തിന്റെ കൃത്യമായ ആൾബലവും അവരുടെ രാഷ്ട്രീയവും സംഘടിത ശക്തിയും ഒക്കെ പ്രകടിപ്പിക്കുവാനുള്ള രംഗവേദിയായി കൊണ്ട് ഇത്തരം ആഘോഷങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്രകാരം ഈ ആഘോഷങ്ങളുടെയൊക്കെ പിന്നിലുള്ള വിപണന തന്ത്രത്തോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, വന്ദേ മാതരം പോലെ, നിലവിളക്ക് പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, നമ്മുടെ നാട്ടിലെ ഓണാഘോഷം കൃത്യമായി ഒരു മതവിശ്വാസത്തിന്റെ വിശ്വാസപരമായ ആചാരങ്ങളോട്, വിശ്വാസങ്ങളോട് അത്രമേൽ അത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ആ വിശ്വാസത്തെ അതേപടി ഏറ്റെടുക്കുകയോ ആചരിക്കുകയോ അനുഷ്ഠിക്കുകയോ ചെയ്യാതെ സാധാരണഗതിയിൽ നാട്ടിലെ സാമൂഹികമായ ഒരു പങ്കുവെക്കലിന്റെ ഭാഗമായി കൊണ്ട്, ഡിപ്ലോമാറ്റിക് ആയിക്കൊണ്ട് അതിന്റെ ഭാഗമാകാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം എന്നതിനപ്പുറം പലപ്പോഴും
ഒരു മതവിഭാഗത്തിന്റെ ആചാരത്തെ അവരെക്കാൾ ആവേശത്തോടുകൂടി അതിനെ ഏറ്റെടുക്കുന്നവരായിക്കൊണ്ട് മുസ്ലിമീങ്ങൾ ഒരു പക്ഷേ വരുന്ന വർഷങ്ങളിൽ ഞങ്ങളുടെ ആഘോഷം ഞങ്ങൾക്ക് തന്നെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പക്ഷേ ഈ ആഘോഷത്തിന്റെ യഥാർത്ഥ അവകാശികൾ സമൂഹത്തിൽ രംഗത്തേക്ക് വന്നേക്കാവുന്ന തരത്തിലാണ് ഈ ആഘോഷത്തെ മുസ്ലിം സമൂഹം അത്രമേൽ സ്പിരിറ്റോടുകൂടി ഏറ്റെടുക്കുന്നത് എന്ന് കാണാൻ കഴിയും. നമുക്കറിയാം അതിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് വിഷ്ണു എന്ന് പറയപ്പെടുന്ന ദൈവസങ്കല്പം, ആ ദൈവത്തിന്റെ അവതാരമായി കൊണ്ട് വാമനൻ മഹാബലിയെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയും മാത്രമല്ല ഒരു കൊച്ചു ബാലന്റെ വേഷത്തിൽ കടന്നു വന്നുകൊണ്ട് മഹാബലിയെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ പിന്നീട് വലിയ വിശ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ഒടുവിൽ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തി അങ്ങനെ ആണ്ടിലൊരിക്കൽ പ്രജകളെ സന്ദർശിക്കുവാനുള്ള അവസരം നൽകി എന്നുള്ളതാണ് അതിന്റെ വിശ്വാസപരമായിട്ടുള്ള ഐതിഹ്യം. യഥാർത്ഥത്തിൽ ഇങ്ങനെ മഹാബലിയുടെ അവതാരം എല്ലാ വർഷവും പ്രജകളെ കാണാൻ വരുന്നു എന്ന വിശ്വാസ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആഘോഷിക്കപ്പെടുന്നവരാണ് യഥാർത്ഥ തനിമയാർന്ന ഹൈന്ദവ വിശ്വാസികൾ. ഈ വിശ്വാസവുമായി അതേ നിലക്ക് പൊരുത്തപ്പെടുന്നതാണ് ഈ വിശ്വാസവുമായി അതേ നിലയിൽ പൊരുത്തപ്പെടുന്നതാണ് നമുക്ക് മൗലിദ് ആഘോഷത്തിലും കാണാൻ കഴിയും. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മൗലിദ് നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നാൽ ആ ചൊല്ലുന്ന സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദിറാകും, അവിടുന്ന് നാദിറാകും എന്ന വിശ്വാസം, അതിനുവേണ്ടി വ്യാജമായ ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുകയും പണ്ഡിതന്മാരുടെ ഈ വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെട്ടിരുന്ന അതിനനുകൂലിക്കുന്ന വളരെ പിന്നോക്കം നിൽക്കുന്ന ഒറ്റപ്പെട്ട പണ്ഡിതന്മാരുടെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ട് മദ്ഹ് ചെയ്തുകൊണ്ട് മൗലിദ് ചെയ്തുകൊണ്ടിരിക്കുന്ന സദസ്സുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ഉണ്ടാകും, അവിടുത്തെ നൂറിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് വിശ്വാസികളെ ഈ ആഘോഷത്തിലേക്ക് ആൾക്കൂട്ടത്തെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള അവതാര സങ്കല്പം അത് അതേ രൂപത്തിൽ ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് കടമെടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു മനുഷ്യനിൽ പ്രവേശിക്കുകയോ ഒരു മനുഷ്യ രൂപത്തിലേക്ക് മനുഷ്യർക്കിടയിലേക്ക് കടന്നു വരികയോ ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിന്റെ അദമത്തിന്, അല്ലാഹുവിന്റെ ഹുർമത്തിന്, അല്ലാഹുവിന്റെ ദാത്തിന്, അസ്തിത്വത്തിന് ഒരിക്കലും അനുയോജ്യമല്ലാത്തതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വിശ്വാസ ആചാരങ്ങളുമായി പൊരുത്തപ്പെടുക എന്നുള്ള വിശ്വാസിക്ക് സാധ്യമല്ല. അതോടൊപ്പം തന്നെ ഇത്തരം വിശ്വാസങ്ങൾ പുലർത്തുന്ന ആളുകൾ അത് മുസ്ലിങ്ങളായതുകൊണ്ടും മുസ്ലിം പേരുള്ളവരായതുകൊണ്ടും അറബിയിലുള്ള കുറെ ഗാനങ്ങളും മറ്റുമൊക്കെ ആലപിക്കുന്നത് കൊണ്ടും അതൊക്കെ തങ്ങൾക്ക് ഹലാലാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അത്തരം റാലികളിലും അത്തരം മധുര വിതരണങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവമേറിയ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അഥവാ വിശുദ്ധ ഖുർആനും ഹദീസുകളും അതിശക്തമായി അള്ളാഹുവിന്റെ ദീനിലില്ലാത്തത് എന്താണ് എന്നുള്ളത് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എതിർക്കുവാനും അതിൽ നിന്ന് മാറി നിൽക്കുവാനും അള്ളാഹുവിന്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് മാതൃക കാണിച്ചത് അത് സ്വീകരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നിങ്ങൾക്ക് വിലക്കിയിട്ടുള്ളത് അതിൽ നിന്ന് മാറി നിൽക്കുവാനും അവനവന്റെ വിശ്വാസവും ആദർശവും ആ മതത്തിന്റെ അസ്തിത്വവും അത് കാത്തു സൂക്ഷിക്കുവാനുള്ള ആർജവും ആ വിശ്വാസ വിശുദ്ധി ഏത് സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് അത് സൂക്ഷിക്കേണ്ട ബാധ്യത വിശ്വാസിക്കുണ്ട്. അതാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ അവസാനിപ്പിച്ചത്. ലക്കും ദീനുക്കും വലിയ ദീൻ. ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇത്തരത്തിലുള്ള
അവസ്ഥകളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ മതപരമായ ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശത്തെ ഞങ്ങൾക്കും വകവെച്ചു തരിക എന്ന വളരെ സ്നേഹ